ഞങ്ങൾ ഇന്നലെ മഴ സമയത്ത് പിള്ളേർ ടാർപ്പ ഇവിടെ പൊളിച്ചു മാറ്റുക. പക്ഷെ അവർ ഉദ്യോഗസ്ഥരല്ലേ, നമ്മളെ പോലീസ് ഓഫീസർ എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ നാടിൻ്റെയും നമ്മുടെ മാനം കാക്കുന്ന നാടാണ് നമ്മുടെ പോലീസ് ഓഫീസർ. നമുക്ക് ഈ തുച്ഛമായ വേതനം അത് കൂട്ടിത്തരാനോ ഇത്ര 22 ദിവസമായി ഇപ്പോൾ ഈ മഴയും വെയിലും കൊണ്ട് രാത്രിയും പകലും സമരം ചെയ്തിട്ടും ഈ സർക്കാരിന് ഒരു മാനദണ്ഡം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഫീൽഡിലുള്ള അമ്മമാർക്ക് ഞങ്ങളില്ലാതെ പറ്റത്തില്ല. അവർ ഓരോ സമയം ഈ ഫോണിനകത്ത് അടിക്കുന്ന കോളുകൾ ഞങ്ങളുടെ ഏരിയയിൽ നിന്ന് വരുന്നവരാണ്. ഒരിക്കലും അവർ ഞങ്ങളല്ലാത്ത ഒരു വ്യക്തിക്കും അവർ ഒരു റിപ്പോർട്ടും കൊടുക്കുന്നവരല്ല. ഞങ്ങൾക്കിത് പാർട്ടിയായിട്ട് കൊണ്ടുവരേണ്ട ഒരു കാര്യമല്ല. ഞങ്ങൾ ചെയ്യുന്ന ജോലിക്ക് ഞങ്ങൾക്ക് കൂലി തരിക, ഇത് മാത്രമേ ഞങ്ങൾക്ക്. നമസ്കാരം. 22ാം ദിവസമാണ് ആശാവർക്കർമാരുടെ സമരം എത്തി നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ വെയിലത്ത് പൊരുവെയിലത്ത് അവരിരുന്ന് സമരം ചെയ്യുകയാണ്. സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല. എന്താണ് കൂടുതൽ നടപടിയെന്നും എന്താണ് ഇവർ പ്രതീക്ഷിക്കുന്നതെന്ന് അവർ തന്നെ പറയും. എന്താണ് നിങ്ങൾ ഈ വെയിലൊക്കെ കൊണ്ട് നിന്നിട്ടും കഴിഞ്ഞ ദിവസം മഴയായിരുന്നു, എന്നിട്ട് പോലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു നല്ലൊരു സൂചന ലഭിക്കാത്തതിൽ നിരാശയുണ്ടോ? അതെ, നിരാശയുണ്ട്. കാരണം ഞങ്ങൾ ഇവർ പറയുന്ന രീതിക്ക് എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട്. ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന അധിക ജോലികളാണ്, എങ്കിലും ഞങ്ങൾ അതെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മുടെ ജനത്തിന് നല്ലത് വരട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ ഓരോന്നും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ആദ്യം 2007 തുടങ്ങിയതാണ്. ആദ്യം ഒരു പൈസ ഇല്ലാതെ 3 വർഷം ഞങ്ങൾ ജോലി ചെയ്ത്, അതിനുശേഷമാണ് 300 രൂപയായി, അത് 500ആയി, പിന്നെ 700ആയി, 900 ആയി, പിന്നെ ഒരു 2000, 2500, അങ്ങനെ 7000 വരെ എത്തി. അപ്പം ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് ജോലി, ഇവർ പറയുന്ന എന്ത് ജോലിയും, ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആകട്ടെ കേരള ഗവൺമെൻറ്റിൻ്റെ ആകട്ടെ പഞ്ചായത്ത് തലത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വഴി വരുന്ന ഏത് സർവേയും, അതായത് പിന്നെ ഇൻസെൻറ്റീവ് ഇല്ലാത്ത സർവേകൾ, അതൊക്കെ നമ്മളെയാണ് പിടിച്ചേൽപ്പിക്കുന്നത്. അതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നിട്ടും കഴിഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് 5 രൂപ കൂട്ടിയിട്ടില്ല. പിന്നെ ഈ 3 മാസത്തെ ഓണറേറിയോ ഇൻസെൻറ്റീവ് ഒക്കെ മുടക്കം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ സമരം തുടങ്ങിയത് തന്നെ. നമ്മൾ സമരം തുടങ്ങി 15ാം ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് പെൻഡിങ് ഉള്ള ഓണറേറിയോ ഇതൊക്കെ അനുവദിച്ചു തുടങ്ങി. പക്ഷെ നമുക്ക് വേതനം കൂട്ടുന്നില്ല. നമ്മൾ സ്ഥിരപ്പെടുത്തിയില്ലെങ്കിലും നമുക്ക് മിനിമം വേതനം തരണമല്ലോ. അതാണ് നമ്മൾ 21,000 രൂപ ചോദിക്കും. വർക്കെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഗർഭിണി ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുതലും മരിക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കണം. അതാണ് അവരുടെ കാര്യങ്ങളിൽ. പിന്നെ പാലിയേറ്റീവ് കെയർ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഒരു MLSP സിസ്റ്റേഴ്സൊക്കെ വന്നതിന് ശേഷം കോമ്പൗണ്ട് എന്നും പറഞ്ഞൊരു സംവിധാനമുണ്ട്. അതിനവർ വിളിക്കുമ്പോൾ പോകണം. എല്ലാ കാര്യത്തിനും ഇപ്പോൾ വരുന്ന ഉദ്യോഗസ്ഥർക്ക് നമ്മളാണ്. ഇപ്പോൾ ട്രെയിനിങ് കുട്ടികൾ വരുമ്പോഴും അവരെ ഫീൽഡിൽ കൊണ്ടുപോയി പരിചയപ്പെടുത്തേണ്ടത് നമ്മളാണ്. APHN കോഴ്സ് പഠിച്ചും JHI കോഴ്സ് പഠിച്ചും വരുന്ന കുട്ടികളെ നമ്മളാണ് കൊണ്ടുപോകേണ്ടത്. നമ്മൾ ട്രെയിൻ ചെയ്താണ് വിടേണ്ടത് അവർ. എന്നിട്ടാണ് അവർ ഉദ്യോഗസ്ഥരാകുന്നത്. അവർ PSC എഴുതി അവർ നമ്മളോട് പറയും, തിരിച്ചവർ ഉദ്യോഗസ്ഥരായി വരുമ്പോൾ നമ്മളോട് പറയുന്നത് ഞങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച് PSC എഴുതിയാണ് ഈ ശമ്പളം വാങ്ങുന്നത്. അപ്പം ഞാൻ ഡിഗ്രി പഠിച്ച ആളാണ്. ഞാൻ ഈ ആശാവർക്കറായിട്ട് ജോലി ചെയ്യുന്നു. അവർ +2 കഴിഞ്ഞിട്ട് APHN കോഴ്സ് പഠിച്ചാൽ മതി. എന്നിട്ട് അവർ നമ്മളോട് ഉദ്യോഗസ്ഥരായി കഴിയുമ്പോൾ പറയുന്നത് നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് PSC എഴുതി വാങ്ങിയ ജോലിയാണെന്ന്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് ശമ്പളമുണ്ട്. അവർക്കൊക്കെ റിപ്പോർട്ട് കൊടുക്കേണ്ടത് നമ്മളാണ്. എന്നിട്ടും അവർ നമുക്ക് ഈ തുച്ഛമായ വേതനം അത് കൂട്ടിത്തരാനോ ഇത്ര 22 ദിവസമായി ഇപ്പോൾ ഈ മഴയും വെയിലും കൊണ്ട് രാത്രിയും പകലും സമരം ചെയ്തിട്ടും ഈ സർക്കാരിന് ഒരു മാനദണ്ഡം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. 13,000 രൂപ ഒരാൾക്ക് വെച്ച് കിട്ടുന്നില്ല. ഇല്ല 7,000 രൂപ ഓണറേറിയ. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇൻസെൻറ്റീവ് 2,000 രൂപ. പിന്നെ നമ്മൾ ചെയ്യുന്ന ജോലിക്കുള്ള ഇൻസെൻറ്റീവ് ഉണ്ട്. ചിലപ്പോൾ 350 രൂപ കിട്ടും മാസം, അല്ലെങ്കിൽ 150 രൂപ കിട്ടും. ഈ ഇമ്മ്യൂണൈസേഷനും അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ. ഒരു വാർഡ് ഞങ്ങൾ 3 ആശാമാരുണ്ട്. ഒരു വാർഡിൽ, ഞാൻ പ്രവർത്തിക്കുന്ന വാർഡിൽ 3 ആശാമാരുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ 350 രൂപ 250 രൂപ ഇൻസെൻറ്റീവ്. അപ്പോൾ എങ്ങനെ 10,000 പോലും തികയുന്നില്ല. ഒരു വാർഡിൽ ഒരു ആശാ വർക്കർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഈ 13,000 രൂപ കിട്ടുമായിരിക്കും. അത് പറയുന്നില്ല. ഇപ്പോൾ ഈ ബർത്ത് ഉണ്ടായിരിക്കണം. ഈ ഒരു ബർത്ത് ഒരു കുട്ടി ഗർഭിണിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യുന്നു. 3 മാസത്തിനകത്ത് എയർലി രജിസ്ട്രേഷൻ നടത്തിയാൽ മാത്രമേ നമുക്ക് 300 രൂപ നമ്മുടെ അക്കൗണ്ടിൽ വരത്തുള്ളൂ. അതും 6 മാസത്തിന് ശേഷമാണ്. അടുത്ത 300 രൂപ കിട്ടണമെങ്കിൽ ആ കുട്ടി പ്രസവിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി ഗവൺമെൻറ് ഹോസ്പിറ്റൽ പ്രസവിച്ചാൽ മാത്രമേ 600 രൂപയ്ക്ക് നമുക്ക് അവകാശമുള്ളൂ. അത് പ്രൈവറ്റാണ് പ്രസവിച്ചെങ്കിൽ ആ പൈസ പോലും നമുക്ക് കിട്ടത്തില്ല. മിക്കവാറും നമുക്ക് ഇവർ കോപ്പർട്ടി ഇടാൻ കൊണ്ടുവരിക, ലാപ്രോ ചെയ്യാൻ കൊണ്ടുവരിക, ഇത് NSV ചെയ്യാൻ കൊണ്ടുവരിക എന്ന് പറയുന്നു. ഇങ്ങനെ നമ്മൾ ഓരോ കുട്ടികളെയും ഓരോ ആൾക്കാരെയും കൊണ്ടുപോയി അവരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏരിയയിൽ എങ്ങനെയാണ് നമുക്ക് അച്ചീവ്മെൻറ്റ് ഉണ്ടാവുക?
ബെർത്ത് കുറവാണ് ഇപ്പോൾ, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് കുറവാണ്. പിന്നെ അഡീഷണൽ ജോലികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറയാൻ തന്നെ പറ്റുന്നില്ല, അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഒരു വർക്ക് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ അടുത്ത വർക്കിന് വിളിക്കും. റെഡി പഞ്ചായത്തിൻ്റെ കീഴിൽ സുനാമി റെഡി പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഒരു ടീം വന്നിട്ടുണ്ട്, ദയവായിട്ട് നിങ്ങൾ അവരുമായിട്ട് സഹകരിക്കുക. ഈ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വരുന്ന 2 മണിക്കായിരിക്കാം. ഭക്ഷണം കഴിക്കാതെ ഞങ്ങൾ അവരുമായിട്ട് മുന്നോട്ട് പോകുന്നു. അവിടെ പോയി ഞങ്ങളുടെ തീരദേശ മേഖലകളാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ആ മേഖലയിൽ നിന്നുകൊണ്ട് അവർ പറയും അവർക്കുള്ള കാര്യങ്ങൾ നമ്മളൊക്കെ പറഞ്ഞു കൊടുക്കുക. എവിടെയാണ് വെള്ളക്കെട്ടുള്ളത്, അല്ലെങ്കിൽ ഇവിടെ എങ്ങനെയാണ് ഈ വെള്ളം കടൽ കയറുന്നതിൻ്റെ അവസ്ഥകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ അത് പറയുമ്പോഴത്തേക്കും രാത്രി 7 മണിയാകും. വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്ന ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കുന്നത് വിരളമായിട്ടുള്ള ദിവസങ്ങളാണ്. വീട്ടിൽ നിന്ന് മക്കൾ വിളിക്കും, അമ്മ ഇന്ന് എപ്പോൾ വരും? അങ്ങനെ ഉറപ്പ് സമയം പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ കഴിഞ്ഞു പോകുന്നത്. ഇപ്പോൾ ശൈലി ആപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ലെപ്രസിയുടെ ഒരു സർവേക്ക് വേണ്ടി ഞങ്ങൾ ട്രെയിനിങ്ങിന് വേണ്ടി വിളിക്കുന്നത്. ആ സമയത്ത് ഞങ്ങൾ ചോദിക്കുന്നു, ഞങ്ങളുടെ സ്റ്റാഫുകളോട് ചോദിക്കുന്നു, ഞങ്ങൾക്ക് തരേണ്ട ശമ്പളം ആദ്യം തരൂ, എന്നിട്ട് നിങ്ങൾ ആദ്യം തന്നിരിക്കുന്ന ഡ്യൂട്ടി ഞങ്ങൾ ചെയ്ത് കഴിയട്ടെ, അതിനുശേഷം ഞങ്ങൾക്ക് തരൂ. അധിക ഭാരം ഞങ്ങൾ ചുമത്തുന്നത് എന്തിനെന്ന് പറയുമ്പോൾ അവർ നിസ്സഹായരാണ് ഞങ്ങളുടെ സ്റ്റാഫുകൾ. കാരണം അവർക്ക് ഞങ്ങളോട് മറുപടിയില്ല. അവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ മെയിൻ ഘടകങ്ങൾ ഞങ്ങൾ പറയുന്നുണ്ട്, എന്തെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായ നടപടി ഉണ്ടാകുമെന്ന് അവർ പറയുന്നുണ്ട്. ഇതുവരെ ഞങ്ങൾക്ക് ഉണ്ടായില്ല. ഈ മഴയും വെയിലും കണ്ട് പേടിക്കുന്നവരല്ല ആശമാർ. ഫീൽഡിൽ ഞങ്ങൾ നിത്യം ഇതാണ് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പേടിപ്പിക്കാമെന്ന് ഗവൺമെൻറ് വിചാരിക്കുകയും വേണ്ട. ഞങ്ങൾ പിന്തിരിഞ്ഞ് പോകില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾ നീതിക്ക് വേണ്ടി പോരാടുന്നത്. തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ ഈ നീതി ഞങ്ങൾക്ക് നടത്തി കിട്ടുമെന്ന് ഉറപ്പിലാണ് ഞങ്ങൾ ഈ വന്ന് നിൽക്കുന്നവർ. അമ്മാമ്മമാരാണ് ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ളവരാണ്. ഞങ്ങൾ ഓപ്പറേഷനുകൾ കഴിഞ്ഞവരാണ്. ആയുസിന് നല്ല വക ഞങ്ങൾ ജീവിച്ചു കഴിഞ്ഞു. എന്നിട്ട് 62 വയസ്സാകുമ്പോൾ അവർ പറയാണ്, ശരി നിങ്ങളുടെ കാര്യം കഴിഞ്ഞാൽ ഇറങ്ങിപ്പൊക്കോ. ഇതാണോ ചെയ്യേണ്ടത്? ഞങ്ങൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താണ് ഒരു ഉറപ്പ്? ഞങ്ങൾ നല്ല സമയം ആയുസ്സും ആരോഗ്യം ഞങ്ങൾ ഇതിനു വേണ്ടി മാറ്റിവെച്ചവരല്ലേ. ഞങ്ങൾക്ക് എന്താണ് ഗവൺമെൻറ് ചെയ്യുന്നത്? എന്താണ് ഇതിനു വേണ്ടി? ഞങ്ങൾ മരണം വരെ ഞങ്ങൾ ഇവിടെ പോരാടും. അതിന് സന്നദ്ധരായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. അതെ, പക്ഷേ ഫീൽഡിൽ ഈ ഗവൺമെന്റ് ഞങ്ങളെ പിരിച്ചുവിട്ടിരുന്നാൽ പോലും ഫീൽഡിലുള്ള അമ്മമാർക്ക് ഞങ്ങളില്ലാതെ പറ്റത്തില്ല. അവർ ഓരോ സമയം ഈ ഫോണിനകത്ത് അടിക്കുന്ന കോളുകൾ ഞങ്ങളുടെ ഏരിയയിൽ നിന്ന് വരുന്നവരാണ്. ഒരിക്കലും അവർ ഞങ്ങളല്ലാത്ത ഒരു വ്യക്തിക്കും അവർ ഒരു റിപ്പോർട്ടും കൊടുക്കുന്നവരല്ല. അത് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഞങ്ങൾ ആരോടും പറയണ്ട, ഞങ്ങൾ പറയേണ്ട ആവശ്യമല്ല. അവർ പറയും മക്കളെ, അവർക്കിപ്പം ഈ മാധ്യമങ്ങളിലൂടെ ഇത് വരുമ്പോഴാണ് അവരറിയുന്ന, മക്കൾ നിങ്ങൾക്ക് 7000 രൂപയേ ഉള്ളുവോ? ഈ മഴയും വെയിലും പൊടിയും ഒക്കെ കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾക്കുള്ള രോഗങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ ഈ ഗവൺമെൻറ് ഞങ്ങളോട് അല്പം പോലും ഒരു ദാക്ഷിണ്യം കാണിക്കുന്നില്ല. ഞങ്ങളതുകൊണ്ട് ഞങ്ങൾക്ക് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം, നീതി ലഭിക്കുന്നതുവരെ ഞങ്ങൾ ഇവിടെ കിടക്കും. ഇതുകൊണ്ട് ഞങ്ങളെ കണ്ട് പേടിപ്പിച്ച് ഓലപ്പടക്കം കാണിച്ച് ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കണ്ട. ഞങ്ങൾ പേടിച്ചു പോകുന്ന മക്കളുമല്ല. ഇറക്കി ഞങ്ങളെ പേടിപ്പിക്കേണ്ട. കാരണം NHM ഡയറക്ടർ ഒപ്പിടാതെയാണ് ഒരു സർക്കുലർ, ആദ്യത്തെ സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. അതെന്ത് മാനദണ്ഡത്തിൽ അംഗീകരിക്കാൻ പറ്റും? പുതിയ വോളണ്ടിയേഴ്സിനെ എടുക്കാം, അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മെഡിക്കൽ ഓഫീസേഴ്സുമായിട്ട് ആലോചിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അത് ഡയറക്ടർ ഒപ്പിട്ടിട്ട് പോലും ഇല്ല. ഒരു സർക്കുലർ മാത്രമായിട്ടേ വന്നിട്ടുള്ളൂ, അത് ഒപ്പിട്ടിട്ടില്ല. പിന്നെ എങ്ങനെയാ അത് അംഗീകരിക്കാൻ പറ്റും? ഇത് ഞങ്ങളെ പേടിപ്പിക്കാനാണ്. ഞങ്ങൾ 18 വർഷമായി, 2007 തുടങ്ങിയത്. 18 വർഷം തൊട്ട് ഞങ്ങൾ ആശയിൽ കയറിയാണ്. 32 വർഷം തൊട്ട് 32 വർഷം ഞങ്ങൾ 16 വർഷം ഒരു പൈസ പോലും ഞങ്ങൾ വാങ്ങിക്കാതെ സമൂഹ സേവയ്ക്കാരും ഞങ്ങൾ നടന്നവരാണ്. MSS ആരാണ് ഞങ്ങൾ അവിടെ ഉള്ള എല്ലാ പേരും. ഞങ്ങളെ CHSയിലുള്ള എല്ലാ പേരും MSS. ഞങ്ങൾ അത്രയും ഓരോ ജീവനെയും രക്ഷപ്പെടുത്തി. TBക്ക് ഞാൻ 8 പേർക്ക് മരുന്ന് കൊടുത്ത് ഞാൻ രക്ഷപ്പെടുത്തിയ ഇതാണ് ഞാൻ. ഇന്നും എത്ര പേർക്ക് ഞങ്ങൾ ഓരോ കാര്യവും ഞങ്ങൾ ആവശ്യങ്ങൾ നടക്കും. ഞങ്ങൾ ഒരിക്കലും പിന്നോട്ടല്ല. ഞങ്ങൾക്ക് തരാനുള്ള ആനുകൂല്യം തരാതെ ഞങ്ങൾ ഒരിക്കലും പിന്മാറില്ല. അത് ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾക്ക് രക്തം തുടിച്ച് അത് കണ്ടപ്പോൾ ഞങ്ങളെ സഹോദരങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. അപ്പൊ ഇത് കാണിക്കാമോ? ഇത് വനിതാ ജംഗ്ഷനെന്നും ഇതൊന്നും പറഞ്ഞ മന്ത്രിയാണോ ഇത് ഈ പെണ്ണുങ്ങളെ ഇത്ര മഴ നനയിപ്പിച്ചത്? അത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ട്. ഇതിനു വേണ്ടി ഗവൺമെന്റിന്റെ സംഘടനകളായ വനിതാ വേദിയും വനിതാ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും ഒക്കെ ഇറങ്ങേണ്ടതല്ലേ? അവര് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ ടാർപ്പ പിടിച്ചു നിന്നതാണ്, കെട്ടിയതല്ല. മഴ നനയാതെ ഇപ്പൊ കുട പിടിക്കുന്നത് പോലെ അവർ പിടിച്ചു നിന്നതാണ്. അതിനെ മാറ്റിയപ്പോൾ ഇവരൊക്കെ ഇറങ്ങി വരേണ്ടതല്ലേ? സ്ത്രീകളോട് ഈ അപമാനം കാണിച്ചെന്നുള്ള രീതിക്ക് എവിടെ സർക്കാരിന്റെ ആൾക്കാരെവിടെ? ആരും വന്നില്ല. ഈ സുരേഷ് ഗോപി സാർ എത്തിയപ്പം പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ എതിരായിട്ട് MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് ഈ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കല്ല, കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് വാങ്ങിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടതെന്നൊരു പരിഹാസ രീതിയിലാണ് സംസാരിച്ചത്. അപ്പൊ അതിനോട് എന്താണ് പ്രതികരിക്കാനുള്ളത്? സാർ പറഞ്ഞിട്ടുണ്ട്, സാർ കേന്ദ്ര ഗവൺമെന്റിനെ അറിയിക്കാം ആശാമാരുടെ. ഇപ്പോൾ സുരേഷ് ഗോപി സാർ വന്നപ്പോൾ ഇവിടെ പറഞ്ഞത്, നിങ്ങളുടെ ആവശ്യകത ഗവൺമെന്റിനെ അറിയിക്കാം, ഞാൻ കേന്ദ്ര ഗവൺമെന്റിനെ അറിയിക്കാം.
കേന്ദ്രത്തിൻ്റെ ആളല്ലേ സുരേഷ് ഗോപി, അപ്പോൾ ഞാൻ അവരെ അറിയിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ ടി വിയിലൂടെ കണ്ടതായിരിക്കും ഈ പെണ്ണുങ്ങളോട് ഈ ടാർപ്പ മാറ്റിച്ചത്, പോലീസ് വന്ന് മാറ്റിച്ചത്, രാത്രി വന്ന് മാറ്റിച്ചത്. അത് ടി വിയിലൂടെ കണ്ടിട്ടായിരിക്കും അവരോടി വന്ന് ഇവർക്ക് സാധനങ്ങൾ വാങ്ങിക്കൊടുത്തത്. അതൊരു മാനുഷിക പരിഗണനയാണ് അവർ ചെയ്തത്, ഒരു പാർട്ടിയുടെ ഇതല്ല. അത് ഞാൻ എൻ്റെ വ്യക്തിപരമായ രീതിക്ക് അതൊരു പാർട്ടിയുടെ ആളെന്ന രീതിക്ക് ഞാൻ കാണുന്നില്ല. കാരണം നേരത്തെ മുതൽ നമ്മളെ ആ മനുഷ്യനെ അറിയുന്ന ആളാണ്, സുരേഷ് ഗോപി സാറിനെ അറിയുന്ന ആൾക്കാരാണ് സിനിമയിലൂടെയൊക്കെ. അപ്പം അയാളൊരു മാനുഷിക പരിഗണന കാണിച്ചു എന്നേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ, അല്ലാതെ ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഞങ്ങൾക്ക് ഇനിയൊരു കാര്യം പറയട്ടെ, സുരേഷ് ഗോപി സാർ മാത്രമല്ലല്ലോ ഇവിടെ വന്നിട്ടുള്ളത്. ഒരുപാട് പാർട്ടിക്കാർ, ഒരുപാട് സാഹിത്യക്കാർ, ഒരുപാട് കലാരംഗത്ത് നിൽക്കുന്നവർ, സംഘടനത്തിൽ നിൽക്കുന്നവർ. എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി സാറിനെ മാത്രമായിട്ട് ഇവർ ഊന്നി പറയുന്നത്? അപ്പോൾ അവർ ഒരു BJPയുടെ ആളായതുകൊണ്ടിട്ടാണോ അവർ താറടിച്ച് കാണാൻ ശ്രമിക്കുന്നത്? ഒരിക്കലും ഈ വന്നിരിക്കുന്ന ഓരോ വ്യക്തികളോട് ഇവിടെ ഇരിക്കുന്നവർ പറഞ്ഞിട്ടുണ്ട്, പാർട്ടിപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനായിട്ടല്ല ഇവിടെ ഇരിക്കുന്നത്. ആശമാരെ കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അവർക്ക് വേണ്ടിയിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക, അല്ലാതെ ഇവിടെ ഒരു പാർട്ടി കാര്യം പറയേണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് വന്ന ഒരു വ്യക്തികളും പാർട്ടിപരമായിട്ട് ഒന്നും അധിക്ഷേപിക്കുകയുണ്ടായില്ല. അതുപോലെ തന്നെയാണ് സുരേഷ് ഗോപി സാർ വന്നു, അവർക്ക് പറ്റുന്ന, സെൽവറാണി പറഞ്ഞതുപോലെ അവർ മാനുഷിക പരിഗണനയുടെ പുറത്ത് അവർക്ക് പറ്റുന്ന രീതിയിൽ ഒരു സഹായം ചെയ്തിട്ട് പോയി. അത് മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ ഇതിനകത്ത്. പിന്നെ മുട്ടോളം വെള്ളത്തിൽ ഇറങ്ങി നടക്കുന്നവരാണ് ഞങ്ങൾ. കടൽ കയറും, തീരദേശ പ്രദേശത്താണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. കടൽ കയറും, ആ സമയത്തും ഇങ്ങനെ ചുരിദാറുകളും സാരികളും മുട്ടോളം പൊക്കി പിടിക്കും. മഴ സമയത്തും വെള്ളം ഒലിച്ചു പോകാൻ സ്ഥലമില്ല. ഞങ്ങൾ തിങ്ങിഞ്ഞെരിഞ്ഞ് താമസിക്കുന്ന ഒരു ഏരിയയാണ്. സാംക്രമിക രോഗങ്ങൾ ഏറ്റവും പെട്ടെന്ന് സ്പ്രെഡാകുന്ന ഒരു സ്ഥലമാണ്. അവിടെയും ഞങ്ങളിങ്ങനെ മഴ പെയ്യുമ്പോഴും കുടയില്ലാതെ ആ മഴയത്ത് മുട്ടോളം വെള്ളത്തിൽ നീന്തി പോകുമ്പോൾ അവിടെയുള്ള അമ്മമാർ പറയും, ഇന്നും നിങ്ങൾക്ക് വീട്ടിലിരുന്നൂടെ? വീട്ടിലിരുന്നാൽ ഞങ്ങൾക്ക് നിങ്ങൾ സുഖമായിരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഭക്ഷണം. ഞങ്ങളുടെ ഭക്ഷണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സുഖം, നിങ്ങൾ സുഖമായിരുന്നാൽ മാത്രമേ ഞങ്ങൾക്ക് അതിൽ നിങ്ങൾക്ക് അസുഖം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉറക്കം കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാൻ ഞങ്ങൾ വരുന്നു. മഴയോ വെള്ളമോ ഞങ്ങൾക്ക് ബാധകമല്ല. കൊറോണ സമയത്ത് ഈ ആശാമാർ മാത്രമാണ് ഫീൽഡിൽ ഇറങ്ങുന്നത്. അവർക്ക് എന്ത് സുരക്ഷയാണ് വന്നത് ഈ കൊറോണ സമയത്ത്? അപ്പോഴെന്താ പിരിച്ചുവിടാത്തത്? അവരുടെ ഞങ്ങളുടെ ഉദ്യോഗസ്ഥരുണ്ട് ഇതൊക്കെ ചെയ്യാൻ, നിങ്ങൾ മാറി നിൽക്കുമെന്ന് പറയാത്ത എന്താണ് ഗവൺമെന്റ്? പിന്നെ 142 ദിവസം മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ അവകാശത്തിന് വേണ്ടി സമരം ചെയ്തു. അതിലും പങ്കെടുത്ത ഒരാളാണ് ഞാൻ. സമരം ചെയ്തപ്പോൾ ഗവൺമെന്റിന് അടിയറ വെക്കേണ്ടി വരും എന്ന് മനസ്സിലായപ്പോൾ കേന്ദ്രവും കേരളവും ഒരുമിച്ച് കളിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികളെ ഉപദ്രവിച്ച് ആ സമരത്തിന് മുടക്കിച്ചു. അല്ലാത്ത പക്ഷം സമരത്തിന് സമാധാനം പറയുകയല്ലാതെ വേറൊരു വഴി ഉണ്ടായിരുന്നില്ല. അതേപോലെയാണ് സ്ത്രീകളോട് കാണിക്കുന്നതെങ്കിൽ ഇവർ വിവരം അറിയും. പാർട്ടിയിലല്ല ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ കോൺഗ്രസിന്റെയും BJPയുടെയും കമ്മ്യൂണിസ്റ്റിന്റെയും എല്ലാ പേരും ഇതിലും ഞങ്ങൾ പോകുന്നതാണ്. ഞങ്ങൾക്കിത് പാർട്ടിയായിട്ട് കൊണ്ടുവരേണ്ട ഒരു കാര്യമല്ല. ഞങ്ങൾ ചെയ്യുന്ന ജോലിക്ക് ഞങ്ങൾക്ക് കൂലി തരിക, ഇത് മാത്രമേ ഞങ്ങൾ എടുത്തത്. മേഡം, ഞങ്ങൾ എടുത്തപ്പോഴത്തേക്ക് പാർട്ടിപരമായിട്ട് ഒന്നും നല്ല നോക്കിയെടുത്തത്. നമ്മുടെ വർക്കാണ് ആവശ്യം. നമ്മൾ രാവിലെ എഴുതി നമ്മൾ ഡ്യൂട്ടിക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ ആശുപത്രിയിൽ ഡ്യൂട്ടിയാണ് വലുത്. അതുപോലെ തിരിച്ച് വീട്ടിലെത്തുകയാണ്. കാരണം നമ്മുടെ ഏരിയയിലുള്ള ആൾക്കാർക്ക്, വയസ്സായ ആൾക്കാർ, ആരും തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഗുളിക വാങ്ങിച്ചു കൊടുക്കുന്നത് നമ്മളാണ്. ഇപ്പോൾ എത്രയോ പേർക്ക് ഗുളിക, ഞാൻ ഒരു 8-9 പേർക്ക് ഗുളിക ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ നാളെ ഫീൽഡിൽ ഇറങ്ങി ആളുകൾ പറയുന്നത് എങ്ങനെ, ഞങ്ങൾ സമരത്തിൽ നിന്ന് മാറി പോവുകയാണ്. അവരിപ്പോൾ 1250 പേരെന്ന് പറയുന്നത്, പക്ഷേ 1250 പേരും ഉണ്ട്. പക്ഷേ 500 പേരെങ്കിലും അവർ മാറി നിൽക്കുന്നുണ്ടല്ലോ. അവർ നമ്മുടെ CHCയിൽ ഇതുവരയ്ക്കും 1-ാം തീയതി നമ്മുടെ ഡ്യൂട്ടി ലിസ്റ്റ് ഇടുന്നത് ഇവർ കിട്ടിയിട്ടില്ല. കാരണം നമ്മൾ കുറച്ച് പേര് മാറി നിൽപ്പുണ്ട്. അത് നമ്മുടെ മെഡിക്കൽ ഓഫീസറുടെ നല്ല കരുത്താണ്. കാരണം മെഡിക്കൽ ഓഫീസർ നമ്മളവിടെ കാണിക്കുന്ന നല്ല ഇതാണ്. കുറച്ച് പേര് വിചാരിച്ച് ഇപ്പോൾ നമുക്ക് ജോലിക്ക് കയറാം, കാരണം 1-ാം തീയതി ഡ്യൂട്ടി കയറാം. പക്ഷേ ഇന്ന് വരെ നമുക്ക് ഡ്യൂട്ടി ഇട്ടിട്ടില്ല. ഞങ്ങൾ കയറിയിട്ട്, പക്ഷെ അത് കയറാൻ വിടുകയില്ല. എനിക്കെന്ന് കമ്മ്യൂണിസ്റ്റ്, നമ്മൾ യഥാർത്ഥത്തിൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. പക്ഷേ എനിക്ക് പാർട്ടിയല്ല. എൻ്റെ ജീവിതം, എൻ്റെ കൂട്ടുകാരികൾ, ഞങ്ങൾ ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന സ്ഥലവും ഞങ്ങളുടെ സ്ഥാപനമാണ് എനിക്ക് ഏറ്റവും വലുത്. 1000 കാരിരുമ്പ് ആണുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ എത്രത്തോളം കുത്തിത്തിറച്ച വേദന ആണ്, അതിനേക്കാൾ ഉപരിയാണ് വേദന. ഞങ്ങൾ ഇന്നലെ മഴ സമയത്ത് പിള്ളേരെ ടാർപ്പ ഇവിടെ പൊളിച്ച് മാറ്റുക. പക്ഷെ അവർ ഉദ്യോഗസ്ഥരല്ലേ, നമ്മളെ പോലീസ് ഓഫീസർ എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ നാടിൻ്റെയും നമ്മുടെ മാനം കാക്കുന്ന നാടാണ് നമ്മുടെ പോലീസ് ഓഫീസർ. നമ്മുടെ പോലീസ് ഓഫീസർക്ക് ഇത് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഞങ്ങൾ ഇന്നലെ രാത്രി 10 മണി വരെ വിഷമത്തോടെ, ഇതുപോലൊരു വിഷമമില്ല. കാരണം അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ട് വിസിറ്റ് എന്ന് പറഞ്ഞ ഞങ്ങൾ ആശാ വർക്കർ, NHM നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ എടുത്ത നാഷണൽ നമ്മൾ ആശാ വർക്കറാണ്. ഈ ആശാ വർക്കർ ഫീൽഡിൽ പോയി ഞങ്ങളെ തള്ളിപ്പറയേണ്ട ഒരു അവസ്ഥയാണ് വന്നത്. പക്ഷേ കോവിഡ് വന്നപ്പോഴത്തേക്ക് എൻ്റെ ഏരിയയിൽ 120 പേരെ കോവിഡിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആളാണ് ഞാൻ. 2 പ്രാവശ്യം എനിക്ക് കോവിഡ് വന്നിട്ടുമുണ്ട്. എങ്കിലും ഓരോ വീടുകളിൽ ചെന്ന് നമ്മൾ പോയി ചെന്ന് അവരുടെ ഗേറ്റുകളുടെ മുന്നിൽ ചെന്ന് തട്ടിക്കൊണ്ടാണ് മരുന്ന് കൊടുത്തിട്ട് പോകുന്നത്. ഉച്ചഭക്ഷണം
വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴൊന്നും ഈ പാർട്ടിക്കാരില്ലായിരുന്നു. പക്ഷെ അന്ന് ഈ പാർട്ടിക്കാർ വിസമ്മതിച്ച് ഭക്ഷണം കൊടുക്കാൻ, പക്ഷെ കൊടുക്കാണ്ടടുത്ത് നമ്മൾ ഞാൻ എത്തിച്ചു കൊടുത്തതിന് ശേഷമാണ് ഞാൻ വീട്ടിൽ പോകുന്നത്. ഇത് നമ്മളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു കൊടും ക്രൂരതയാണ്. ഇനി നമുക്ക് ഇതിലോട്ട് പിന്നെ പിറകിലോട്ടല്ല, മുന്നോട്ടാണ്. നമ്മൾ മുന്നോട്ട് വെച്ച കാലം ഇവിടെ നിന്ന് എത്ര ദിവസം നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുമോ, സമരത്തിൽ പങ്കെടുക്കാൻ പറ്റും, അത്രയും ദിവസം സമരത്തിൽ പങ്കെടുത്തിട്ട് നമ്മുടെ പുല്ലുവിള CHC എന്നുള്ള പിള്ളേർ ഇവിടെയുള്ള എല്ലാവരും മാറിപ്പോകത്തുള്ളൂ. അല്ല, പിന്നോട്ടല്ല, മുന്നോട്ടാണ്.